Welcome back, dear students of Srinarayana Guru Open University. English for Communication ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1-ലെ എക്സാമിന് വരാവുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലിസൺ കെയർഫുള്ളി ആൻഡ് ടേക്സ് നോട്ട്സ്. പഠിക്കേണ്ട നോട്ട്സും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. What is communication? Communication is the process of exchanging information, ideas, thoughts, ഫീലിങ്സ് ബിറ്റ്വീൻ ടു ഓർ മോർ പീപ്പിൾ. അതായത് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. അതായത് രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ വിവരങ്ങൾ, ആശയങ്ങൾ, ഫീലിങ്സ്, ഇൻഫർമേഷൻ, ഐഡിയാസ്, തോട്ട്സ് ഇതെല്ലാം കൈമാറുന്ന പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. The word is derived from the Latin word communis, which means to make common. കമ്മ്യൂണിസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കുണ്ടായത്. ഇതിൻ്റെ അർത്ഥം പൊതുവായത് ടു മേക്ക് കോമൺ എന്നാണ്. ഇറ്റ് ഈസ് എ ടു വേ പ്രോസസ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഓൺലി വെൻ റിസീവർ പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക്. ടു വേ പ്രോസസ്സാണ്. റിസീവർ ഫീഡ്ബാക്ക് നൽകിയാൽ മാത്രമേ ആശയവിനിമയം പൂർണ്ണമാകുകയുള്ളൂ. ഇത്രയും പഠിച്ചാൽ മതി വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്ന ഭാഗത്തിൽ. എന്താണ് കമ്മ്യൂണിക്കേഷൻ, ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നതിൽ. ഇനി നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നതാണ്. സെൻഡർ, മെസ്സേജ്, എൻകോഡിംഗ്, മീഡിയം, റിസീവർ, ഡീകോഡിംഗ്, ഫീഡ്ബാക്ക്. അതായത് സെൻഡർ എന്താണ്? ദ പേഴ്സൺ ഹൂ ഇനിഷ്യേറ്റ്സ് ദ കമ്മ്യൂണിക്കേഷൻ. അതായത് മെസ്സേജ് അയക്കുന്ന വ്യക്തിയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്. മെസ്സേജ്, ദ ഇൻഫർമേഷൻ ഐഡിയ ടു ബി ഷെയർഡ്. അതായത് എന്താണ് മെസ്സേജ്, അതാണ് മെസ്സേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എൻകോഡിംഗ്, കൺവേർട്ടിംഗ് ദ ഐഡിയ ഇൻ ടു വേർഡ്സ്, സിമ്പിൾസ്, ജസ്റ്റേഴ്സ്. നമ്മൾക്ക് കിട്ടുന്ന മെസ്സേജ് നമ്മൾ വേർഡ്സായിട്ടും സിമ്പിളായിട്ടും ജസ്റ്റേഴ്സായിട്ടും മാറ്റുന്ന രീതിയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. മീഡിയം, ദ പാത്ത് ത്രൂ വിച്ച് ദ മെസ്സേജ് ഈസ് സെൻഡ്. ഏത് വഴിയിലൂടെയാണ് നമ്മൾ മെസ്സേജ് കൈമാറുന്നത്. അതായത് ഓറലായിട്ട് നമ്മൾ മെസ്സേജ് കൈമാറും, ഫോണിലൂടെ, വാട്സപ്പിലൂടെ. നെക്സ്റ്റ്, റിസീവർ, ദ പേഴ്സൺ ഹൂ റിസീവ്സ് ദ മെസ്സേജ്. അതായത് മെസ്സേജ് സ്വീകരിക്കുന്ന വ്യക്തിയാണ് റിസീവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡീകോഡിംഗ്, ഇൻ്റർപ്രറ്റിംഗ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ദ മെസ്സേജ്. നമ്മൾ എങ്ങനെയാണ് മെസ്സേജ് മനസ്സിലാക്കിയെടുക്കുന്നുള്ളത് എന്നതാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫീഡ്ബാക്ക്, അതായത് റിസീവർ നൽകുന്ന റിപ്ലൈ. ഇതാണ് ആശയവിനിമയത്തെ ഫലപ്രദമാക്കുന്നത്. നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയാം. ഒരു ക്ലാസ് റൂമിൽ സെൻഡർ ആരാണ്? ടീച്ചറാണ്. മെസ്സേജ് എന്താണ്? ടീച്ചർ പഠിപ്പിക്കുന്ന ഭാഗം, എ ലെസൺ. പിന്നെ അതിൻ്റെ മീഡിയം എന്താണ്? ടീച്ചർ ഏത് വഴിയിലൂടെയാണ് പഠിപ്പിക്കുന്നത് എന്നത്. ടീച്ചർ ഓറൽ സ്പീച്ചിലൂടെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഓറലാണ് അതിൻ്റെ മീഡിയം. റിസീവർ ആരായിരിക്കും? ടീച്ചർ ക്ലാസ് എടുക്കല്ലേ, അപ്പോൾ റിസീവർ ആരായിരിക്കും? സ്റ്റുഡൻസ് ആണ്. നെക്സ്റ്റ്, ഫീഡ്ബാക്ക്, അതായത് സ്റ്റുഡൻസ് നൽകുന്ന ഡൗട്ട്, റിപ്ലൈ, ഇതിനൊക്കെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ്. നെക്സ്റ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഭാഗമാണ് ഇത്. പഠിക്കൽ നിർബന്ധമാണ്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷൻ ഈസ് മെയിൻലി ഡിവൈഡഡ് ഇൻറ്റു 2 ടൈപ്സ്. കമ്മ്യൂണിക്കേഷനെ 2 ടൈപ്പായി തരംതിരിച്ചിട്ടുണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ യൂസിങ് വേർഡ്സ്. അതായത് വാക്കുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ആശയവിനിമയമാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ഓഫ് 2 കൈൻഡ്സ്. 2 തരമുണ്ടത്. ഓറൽ കമ്മ്യൂണിക്കേഷനും റിട്ടൺ കമ്മ്യൂണിക്കേഷനും. അതായത് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ സ്പീക്കിംഗ്. അതായത് നമ്മൾ സംസാരിക്കുന്നതിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ, ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, ഫോൺ കോൾസ്, മീറ്റിംഗ്സ്, ക്ലാസ് റൂം ടീച്ചിങ് ഒക്കെ ഓറൽ കമ്മ്യൂണിക്കേഷനാണ്. ദ ടോൺ ഓഫ് വോയിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നമ്മുടെ ടോണ്, ശബ്ദത്തിൻ്റെ ടോണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ്റെ ഒരു തരമാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ റൈറ്റിംഗ്. എഴുതുന്നതിലൂടെയുള്ള ആശയവിനിമയം. അതായത് ലെറ്റേഴ്സ്, ഇമെയിൽസ്, നോട്ടീസ്, ന്യൂസ് പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്.
ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ രണ്ടാമത്തെ ടൈപ്പാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് യൂസിങ് വേർഡ്സ്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ ബോഡി ലാംഗ്വേജ് ആൻഡ് സൈൻസ്. അതായത് വാക്കുകൾ ഉപയോഗിക്കാതെ ശരീരഭാഷയിലൂടെയും ചിഹ്നങ്ങളിലൂടെയൊക്കെ ഇൻഫർമേഷൻ കൈമാറുന്ന രീതിയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ മനസ്സിലാവുന്നു, നമ്മുടെ ജസ്റ്റേഴ്സ് അതായത് കൈകൊണ്ടുള്ള ആംഗ്യങ്ങളുടെ മനസ്സിലാവുന്നു. ഉദാഹരണത്തിന് നമ്മൾ ബൈ എന്ന് പറയുമ്പോൾ യാത്ര പറച്ചിലായി കണക്കാക്കുന്നു. പിന്നെ ഒരാളുടെ ബോഡി പോസ്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ ഇരിക്കുന്നതോ നിൽക്കുന്നതോ ആയ രീതി അവരുടെ ആത്മവിശ്വാസമോ മടിയൊക്കെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോൺ ഓഫ് വോയിസ്. ഒരു വാക്ക് തന്നെ ദേഷ്യത്തോടെ സ്നേഹത്തോടെ പറയുന്നത് രണ്ട് അർത്ഥമാണ് നൽകുന്നത് അല്ലേ. ഇതാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഭാഗത്തിൽ വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ആശയവിനിമയം നടക്കുന്നത് ആരെല്ലാം തമ്മിലാണ് എന്നതിനെ ബേസ് ചെയ്ത് ഇതിനെ 4ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തേത് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, തേർഡ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഫോർത്ത് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നിങ്ങനെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിലുള്ള ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ വൺ സെൽഫ്. അതായത് ഒരാൾ തന്നോട് തന്നെ സംസാരിക്കുന്ന രീതിയെയാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സ്വന്തം മനസ്സിനുള്ളിൽ തന്നോട് തന്നെ സംസാരിക്കുന്നതിനെയാണ്. ഒരു ഉദാഹരണം എടുത്താൽ നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ചിന്തിക്കുന്നതൊക്കെ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. സെൽഫ് ടാക്ക് തിങ്കിങ് ഒക്കെ. നെക്സ്റ്റ് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 or more പീപ്പിൾ. അതായത് രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമാണ് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഇൻ്ററായിട്ട്. ഉദാഹരണത്തിന് 2 ഫ്രണ്ട്സുകൾ തമ്മിൽ സംസാരിക്കുന്നത്, ഇതിൽ ഫീഡ്ബാക്ക് റിപ്ലൈ ഒക്കെ പെട്ടെന്ന് ലഭിക്കുന്നു. നെക്സ്റ്റ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് അതർ ലിവിങ് ബീങ്സ്. അതായത് മനുഷ്യർ മറ്റ് ജീവികളോടും, അതായത് വളർത്തുന്ന നമ്മുടെ അനിമൽസ് പെറ്റ്സിനോടൊക്കെ സംസാരിക്കുന്നതിനെയാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റ് ജീവികളോട് സംസാരിക്കുന്നത്, അതായത് നമ്മൾ വളർത്തുനായയോടൊക്കെ നമ്മൾ ആജ്ഞയൊക്കെ നൽകൂലേ, അതിനൊക്കെയാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർത്ത് മാസ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ത്രൂ മീഡിയ. അതായത് മീഡിയ വഴി നമ്മൾ സംസാരിക്കുന്നത്, അതായത് ഒരാൾ വലിയ ആയിരക്കണക്കിന് ആളുകളോട് സംസാരിക്കുന്നതിനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് വലിയ ജനവിഭാഗത്തോട് സംസാരിക്കുന്നത്. TV, ന്യൂസ്, റേഡിയോ ഇതിലൂടെയൊക്കെ സംസാരിക്കുന്നതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. അതായത് മനുഷ്യഭാഷയുടെ സവിശേഷതകൾ. അതായത് മൃഗങ്ങളുടെ ആശയവിനിമയത്തിൽ നിന്ന് മനുഷ്യൻ്റെ ഭാഷയെ വ്യത്യസ്തമാക്കുന്ന കുറേ ഘടകങ്ങളുണ്ട് അല്ലേ. ആ സവിശേഷതകളാണ് ഒന്ന് ക്രിയേറ്റിവിറ്റി, രണ്ടാമത്തെ ആർബിട്രൈൻസ്, തേർഡ് റിഫ്ലക്റ്റിവിറ്റി, ഫോർത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതൊക്കെ മനുഷ്യഭാഷയുടെ സവിശേഷതകളാണ്. അതിൽ ഒന്നാമത്തെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഹ്യൂമൻ ക്യാൻ ക്രിയേറ്റ് അൺലിമിറ്റഡ് ന്യൂ സെൻറ്റൻസസ് യൂസിങ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് വേർഡ്സ് അൺലൈക്ക് അനിമൽസ് വിച്ച് റിപ്പീറ്റ് ദ സെയിം സൗണ്ട്. അതായത് മനുഷ്യന് പരിമിതമായ ശബ്ദങ്ങളും വാക്കുകളും ഉപയോഗിച്ച് വേറെ ഒരുപാട് പുതിയ വാചകങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ഇതിനാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് മൃഗങ്ങൾ ഒരേ തരം ശബ്ദം മാത്രമല്ല ആവർത്തിക്കുള്ളൂ, എന്നാൽ മനുഷ്യന് ഓരോ സാഹചര്യത്തിലും വേറെ വാക്കുകൾ ഉപയോഗിക്കുന്നു, പുതിയ വാക്കുകൾ കണ്ടെത്തുന്നു. ഇതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ആർബിട്രൈൻസ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യാദൃശ്ചികത. അതായത് ആർബിട്രൈൻസ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ നാച്ചുറൽ കണക്ഷൻ ബിറ്റ്വീൻ എ വേർഡ് ആൻഡ് ദ ഒബ്ജക്റ്റ് ഇറ്റ് റെപ്രസെൻറ്റ്സ്. ദ നെയിംസ് ഓഫ് തിങ്സ് ആർ ഡിസൈഡഡ് ബൈ പീപ്പിൾ. അതായത്
നമ്മളൊരു വേർഡ് പറയുന്ന ആ വേർഡുമായിട്ട് ആ വസ്തുവിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഉദാഹരണം, നമ്മൾ മരം എന്ന് വിളിക്കുന്നു, ഇംഗ്ലീഷിൽ ട്രീ എന്ന് വിളിക്കുന്നു, ഹിന്ദിയിൽ പേഡ് എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ വസ്തുവിന് ഇതുമായിട്ട് രൂപപരമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഓരോ ഭാഷയിലും അതിന് വ്യത്യസ്തമായ പേരുകൾ. ഇതിനെയാണ് ആർബിട്രൈൻസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ മറ്റൊരു ഫീച്ചറാണ് റിഫ്ലക്റ്റിവിറ്റി. അതായത് ഹ്യൂമൻ ക്യാൻ യൂസ് ലാംഗ്വേജ് ടു ടാക്ക് അബൌട്ട് ദ ലാംഗ്വേജ് ഇറ്റ്സെൽഫ്, സച്ച് ആസ് ഡിസ്കസിങ് ഗ്രാമർ ഓർ മിസ്റ്റേക്ക് ഇൻ സെൻറ്റൻസ്. അതായത് നമ്മൾ ഭാഷയെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ആ ഭാഷ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന സവിശേഷതയാണ് റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ മലയാളം ഗ്രാമർ പഠിക്കുകയാണ്, അത് മലയാളത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മലയാളം ഒരു മനോഹരമായ ഭാഷയാണ്, ഈ സെൻറ്റൻസിൽ ഒരു തെറ്റുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഭാഷ തന്നെയല്ലേ സംസാരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനമാറ്റം എന്ന് ആണ് അതിൻ്റെ അർത്ഥം. അതായത് നമുക്ക് കൺമുന്നിലൊന്നും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള കഴിവുണ്ട്. സാധാരണയായി മൃഗങ്ങൾ ആ നിമിഷത്തെ കാര്യങ്ങൾ മാത്രമല്ല സംസാരിക്കാറുള്ളൂ. അതായത് വിശപ്പിന് കരയും, അപകടം വന്നാൽ കരയും. പക്ഷേ മനുഷ്യർക്ക് അങ്ങനെയല്ല. മനുഷ്യർക്ക് ഒരു സമയത്തിൻ്റെയും ഒരു സ്ഥലത്തിൻ്റെയും പരിധികളില്ലാതെ സംസാരിക്കാം. അതായത് നമുക്ക് കഴിഞ്ഞ വർഷം നടന്നൊരു യാത്രയെക്കുറിച്ച് സംസാരിക്കാം, ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു യാത്രയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അങ്ങനെ നമുക്കുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്രിയേറ്റിവിറ്റി, ആർബിട്രൈൻസ്, റിഫ്ലക്റ്റിവിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് എന്നീ 4 ഫീച്ചേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് തിയറീസ് ഓഫ് ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. അതായത് ഭാഷ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് നിലവിൽ 5 പ്രധാന തിയറീസ് വിശദീകരിക്കുന്നു. പരീക്ഷയ്ക്ക് ചിലപ്പോൾ തിയറീസ് ഓഫ് ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്ന രീതിയിൽ ചോദ്യം വന്നാൽ താഴെ പറയുന്ന രീതിയിൽ എഴുതാവുന്നതാണ്. ഇതിൽ 5 പ്രധാന തിയറികൾ: ബൗ തിയറി, ഡിങ് ഡോങ് തിയറി, പൂപ്പു തിയറി, യോ ഹി ഹോ തിയറി, ജസ്റ്റർ തിയറി. ഇതിൽ ഒന്നാമത്തത് ബൗ തിയറി. ലാംഗ്വേജ് ബിഗാൻ ബൈ ഇമിറ്റേറ്റിംഗ് നാച്ചുറൽ സൗണ്ട്. അതായത് പ്രകൃതിയിലെ ശബ്ദങ്ങൾ അനുകരിച്ചാണ് ഭാഷ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മുടെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും കരച്ചിൽ കേട്ട് മനുഷ്യൻ അതേ ശബ്ദം ആവർത്തിക്കുകയും പിന്നീട് ആ ശബ്ദം ആ ജീവിയെ പറയാൻ ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ്. അതായത് നമ്മളൊരു കാക്ക കരയുന്നത് കാക്ക എന്ന ശബ്ദത്തോടെയാണ്. അപ്പോൾ നമ്മൾ അതിനെ കാക്ക എന്ന് വിളിച്ചു. അപ്പോൾ പ്രകൃതിയിലെ ശബ്ദങ്ങളെ അനുകരിച്ച് ഭാഷ ഉണ്ടായി എന്ന് പറയുന്നതാണ് ബൗ തിയറി. നെക്സ്റ്റ്, ഡിങ് ഡോങ് തിയറി. ലാംഗ്വേജ് ഡെവലപ്ഡ് ഫ്രം നാച്ചുറൽ സൗണ്ട്സ് ഓഫ് ഒബ്ജക്റ്റ്. ഇത് പറയുന്നത് പ്രകൃതിയിലെ ഓരോ വസ്തുക്കൾക്കും ഒരു പ്രത്യേക താളമുണ്ടെന്നും അതിൽ നിന്നാണ് വേർഡ്സ് ഉണ്ടായതെന്നാണ് ഈ തിയറി പറയുന്നത്. ഓരോ വസ്തുവിലും തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അത് അനുകരിച്ചാണ് ഭാഷ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഇതിനെയാണ് ഡിങ് ഡോങ് തിയറി എന്ന് പറയുന്നത്. പൂപ്പു തിയറി. ലാംഗ്വേജ് കെയിം ഫ്രം ഇമോഷണൽ ക്രൈസ്. അതായത് നമ്മൾ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ അതിൽ നമ്മൾ ഓരോ സൗണ്ട് ഉണ്ടാവില്ലേ, സങ്കടം വരുമ്പോഴും ഹാപ്പി വരുമ്പോഴൊക്കെ, അങ്ങനെയാണ് ഭാഷ ഉണ്ടായതെന്ന് പറയുന്നത്. അത് ഔച്ച്, വാവ് എന്നുള്ള ശബ്ദമൊക്കെ അങ്ങനെ ഉണ്ടായെന്ന് പറയുന്നത്. നെക്സ്റ്റ്, യോ ഹി ഹോ തിയറി. ലാംഗ്വേജ് ഡെവലപ്ഡ് ഫ്രം റിതമെറ്റിക് സൗണ്ട് മെയ്ഡ് ഡ്യൂറിങ് ഹാർഡ് വർക്ക്. അതായത് നമ്മൾ കഠിനമായ ഒരു ജോലിയൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യർ കൂട്ടമായി ആ ജോലി സിമ്പിളാവാൻ വേണ്ടി കൂട്ടമായി നമ്മൾ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കാറില്ലേ, അതിനെയാണ് നമ്മൾ യോ ഹി ഹോ തിയറി എന്ന് പറയുന്നത്. 5th തിയറിയാണ് ജസ്റ്റർ തിയറി. ലാംഗ്വേജ് ബിഗാൻ വിത്ത് ജസ്റ്റേഴ്സ് ബിഫോർ സ്പീച്ച്. അതായത് മനുഷ്യർ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ആംഗ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഭാഷ ഉണ്ടായത് എന്ന് പറയുന്നത്. അതായത് ആംഗ്യങ്ങളിലൂടെ നമുക്ക് കൈകാലുകളും മുഖമൊക്കെ ആംഗ്യങ്ങൾ ഉപയോഗിച്ച് കാണിച്ചിട്ടാണ്
ആംഗ്യങ്ങൾക്കൊപ്പം ശബ്ദം കൂടി ചേർന്നപ്പോൾ അത് സംസാരമായി, ഭാഷയായി മാറി എന്നാണ് പറയുന്നത്. ഈ തിയറി അതാണ്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. പരീക്ഷയ്ക്ക് വരാവുന്ന ഭാഗങ്ങൾ മാത്രമാണ്. ഇപ്പോൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും വരും. ആ ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ പരീക്ഷയ്ക്ക് വരാവുന്ന, ഈ ചാപ്റ്ററിൽ പരീക്ഷയ്ക്ക് വരാവുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. തുടർന്നുള്ള വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.